തൃശ്ശൂർ പാലപ്പള്ളിയിൽ കാട്ടാന മാലിന്യക്കുഴിയിൽ വീണു. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അശ്വിൻ പാലാഴി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, വിശദാംശങ്ങൾ. എസ്കെൻ, സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് തൃശ്ശൂർ പാലപ്പള്ളിയിലെ എലിക്കോട് എന്ന് പറയുന്ന ഭാഗം. അവിടെ നാളുകളായി ആൾതാമസമില്ലാത്തൊരു വീടിന് പിറകിലുള്ള മാലിന്യക്കുഴിയിലാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി കാട്ടിൽ നിന്നിറങ്ങി വന്ന ആന വീണത്. അതിനെ ഇപ്പോഴും എടുത്ത് കരയിലേക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അല്പസമയം മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ആന തലകീഴായാണ് ഈ കുഴിക്കുള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ജോലിയാണ്. കയറൊക്കെ കൊണ്ട് അതിനെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ എലിക്കോടുള്ള മൊയ്തീൻ എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. ഏകദേശം ഒരു 5-6 വർഷമായി ഇവിടെ ആൾതാമസം ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യക്കുഴിയും ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ആന അവിടേക്ക് വരുന്നതും ഈ കുഴിയിലേക്ക് കാൽ വഴുതി വീഴുന്നതും എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിരമായി ആന ശല്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ജനവാസം അവിടെ അത്ര വലിയ തോതിലില്ല. ആളുകളൊക്കെ വീട് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന വീണ കാര്യം രാവിലെയോടുകൂടി മാത്രം അറിയുന്നത്. പുലർച്ചെ 6 മണിക്കാണ് ആളുകൾ ഈ വിവരം അറിയുന്നത്. പക്ഷേ ഒരുപക്ഷെ അതിന് മുമ്പേ വീണതാവാം എന്നുള്ളൊരു കാര്യം കൂടി. അശ്വിൻ, ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു വന്ന ഷാജഹാൻ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷാജഹാൻ, നമസ്കാരം. താങ്ക്സ് ഫോർ ദി വിഷ്വൽ. ഷാജഹാൻ, ഈ ആന വീണതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയാമോ? അത് നമ്മളെ പാലപ്പള്ളി ജനവാസ മേഖലയാണ് എലിക്കോട് എന്ന് പറയുന്ന സ്ഥലം. ആദിവാസി കോളനി ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടെ മറ്റുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു 8-10 വർഷമായിട്ട് ആൾ താമസമില്ലാത്തൊരു വീടിന്റെ കക്കുത്തുകുഴിയിലാണ് ഇപ്പോൾ ആന വീണെടുക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റുകാർ മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള രക്ഷാപ്രവർത്തനമുള്ള കാര്യങ്ങൾ എത്തിക്കണം. അങ്ങോട്ട് കുറച്ച് ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഷാജഹാൻ ഇപ്പോൾ എവിടെയുള്ളത്? ഈ സ്ഥലത്താണോ? വീട്ടിലുണ്ട്. ഞങ്ങളിപ്പോ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയോ ഈ ആന രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട്? ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അവർ വരാൻ വേണ്ടി കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയോ അവര്? തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഷാജഹാൻ എന്ത് ചെയ്യുന്ന ആളാണ്? എന്നുവെച്ചാൽ അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ റേഞ്ചിന്റെ കുറവുണ്ടേ. അപ്പൊ അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അപ്ഡേറ്റ് വീഡിയോ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഷാജഹാൻ എന്ത് ചെയ്യുന്ന ആളാണ്? ഞാൻ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ്. ഓക്കെ, വളരെ സന്തോഷം. താങ്കൾ ഈ വീഡിയോ അയച്ചു തരിക, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ.